ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും താരിഫ് യുദ്ധവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും അടക്കം 5 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അതോ കൊല്ലപ്പെട്ടതാണോ എന്നറിയില്ല ലിൻ സെഗ്രാമിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് 500% താരിഫ് ഈ രാജ്യങ്ങളുടെ മേൽ ചുമത്തണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് 100% താരിഫ് മാത്രമാണ് ചുമത്തിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഇറാനുമായി അമേരിക്ക യുദ്ധത്തിലാണ്. ആ സമയത്ത് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണയാണ് ആവശ്യം. കൂടുതൽ താരിഫൊക്കെ പല രാജ്യങ്ങൾക്കും ചുമത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയും എന്ന് സെനറ്റർമാർ പറഞ്ഞതുകൊണ്ടാണ് ഇത് 100%ത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. ഏതായാലും ചൈന, ഇന്ത്യ കൂടാതെ സ്ലോവേക്കിയ, ഹംഗറി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളുമുണ്ട്. ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം ഇറക്കുന്ന ഫ്രാൻസ്, ജപ്പാൻ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾക്ക് താരിഫിൽ വലിയ ഇളവാണ് നൽകിയിരിക്കുന്നത്. 15% താഴെയുള്ള താരിഫ് മാത്രമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഇത് അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഇതാണ് ഇന്ത്യ കാലാകാലങ്ങളായി പറയുന്നത്. അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിലും ഇരട്ടത്താപ്പാണ്. തങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുമ്പോൾ അവർക്ക് താരിഫോ ഭീഷണിയോ ഉപരോധങ്ങളോ ഇല്ല. പകരം ഇന്ത്യ അത് വാങ്ങുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ എല്ലാ വേദികളിലും തുറന്ന് പറയാറുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.